ഹായ്. അപ്പോൾ ഇഷാൻ കിഷൻ്റെ കോച്ച് ഉത്തം മജുംദാർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിരിക്കുകയാണ്, കിഷനെ ഓപ്പൺ ചെയ്യിക്കണം, സഞ്ജുവിനെ അല്ല. നമ്മുടെ അഭിഷേക് ശർമ്മയുടെ ഇഷാൻ കിഷനെ വേണം ഓപ്പൺ ചെയ്യിക്കാൻ. ഇങ്ങനെ ഓരോ കോച്ചുമാർ ഇറങ്ങി തിരിച്ചു. എന്തിനാണ് ഈ കോച്ചുമാർ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്? ഇപ്പോൾ അർച്ചറേക്കർ സാറിൻ്റെ ശിഷ്യനായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാംബ്ലിയും. പുള്ളി ഇവർക്ക് വേണ്ടി എവിടെയും വാദിക്കാൻ പോയിട്ടില്ല. കാര്യം അവർക്ക് എന്ത് കിട്ടിയോ അത് അതിനെ അവർ തേച്ച് മിനുക്കിക്കൊണ്ടിരുന്നു. സച്ചിനേക്കാളും അല്ലെങ്കിൽ സച്ചിൻ്റെ ഒപ്പം ടാലൻ്റ് ഉണ്ടായിരുന്നതാണ് വിനോദ് കാംബ്ലി. വിനോദ് കാംബ്ലിയെ തേച്ച് മിനുക്കാണ്ട് പുള്ളി വേറെ ലോകത്തേക്ക് പോയി. അതുകൊണ്ട് അങ്ങനെയായി എന്ന് വിചാരിച്ച അർച്ചറേക്കർ സാർ ഇതിൻ്റെ പുറകെ നടക്കുവാണോ? കാര്യം അവർക്കറിയാം എവിടെയാണ് പ്രശ്നങ്ങളെന്നുള്ളത്. ഗില്ലിനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോലും സഞ്ജുവിന് മെയിൻ വിക്കറ്റ് കീപ്പറായിട്ടും ഓപ്പണർ ബാറ്റ്സ്മാനായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ സഞ്ജുവിൻ്റെ ഞാൻ മനസ്സിലാക്കി സഞ്ജുവിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. സഞ്ജു ചെയ്യുന്ന കാര്യങ്ങളോട് കുറച്ചൊക്കെ നമുക്ക് സഞ്ജു ചിലപ്പോൾ വിക്കറ്റൊക്കെ പെട്ടെന്ന് പോയേക്കാം, പക്ഷേ സഞ്ജു ഡെഫിനറ്റ്ലി ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു കളിക്കാരൻ കൂടിയാണ്. അത് സഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. സഞ്ജുവിൻ്റെ ഓരോ കാര്യങ്ങളിലും ആ ഒരു സ്പിരിറ്റ്, കമ്മിറ്റ്മെൻറ്റ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അത് ചിലപ്പോൾ സഞ്ജു ഒരെണ്ണൊക്കെ എടുക്കുന്നുണ്ടാവുള്ളൂ, പക്ഷേ ആളുടെ ഒരു പ്രസൻസ് ടീമിന് ഒത്തിരി ഗുണമാണ്. അങ്ങനെ ഒരു കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുൽദീപ് യാദവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ആശാനാണ്. അങ്ങനെ ഒരാൾ ടീമിലുള്ളത് തന്നെ ആ ടീമിൻ്റെ ബാക്കി എല്ലാ ആൾക്കാർക്കും ഒരു മോട്ടിവേഷനാണ്. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ടീമിനെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടാകും. നമ്മൾ വിചാരിക്കും ഇവരെല്ലാവരും അവരുടെ അത്രയും കഴിവില്ലല്ലോ എന്നുള്ളത്. കഴിവ് പല കാര്യങ്ങളിലും വ്യത്യസ്തമായിരിക്കും, പക്ഷേ ചില ആൾക്കാർ കൊടുക്കുന്ന ഒരു പ്രസൻസ് ഉണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിന്. അതും കൂടി കണക്കിലെടുത്താണ് പലരും സെലക്ട് ചെയ്യുന്നത്. അത് ക്രിക്കറ്റിലായാലും ശരി, മറ്റു പല കാര്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ് സംഭവം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പുള്ളി അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. 40 ബോൾ 45 ബോൾ എന്നൊക്കെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം, കഴിവുണ്ട്, കഴിവില്ലാന്നല്ല. ഇന്ത്യൻ ടീമിൽ വന്ന് ഡബിൾ സെഞ്ചുറി അടിച്ച ആളും കൂടിയല്ലേ ഈ പറഞ്ഞ ആൾ കിഷൻ. IPL കളിച്ചിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ സംഭവം ഒക്കെയാണ്. പക്ഷേ ആളുടെ ഒരു പ്രസൻസ്, ആളൊരു ടീമിലുള്ളപ്പോൾ എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല ആളൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള കളിക്കാരനാണെന്നുള്ളത്. ആളെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ടീമിൽ പിടിച്ചിരിക്കാൻ എന്തൊക്കെയോ തക്കടതയുടെ കാണിച്ച് നിൽപ്പുണ്ട്. ബാക്കി ടീമിനോടുള്ള ഒരു മൊത്തം കോർഡിനേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. പുള്ളിക്ക് അതിനകത്ത് കുറേ എൻജോയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാണ്ട് ടീം ജയിക്കുന്നതിലുള്ള എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. ചിലപ്പോൾ എൻ്റെ തോന്നലിൻ്റെ വിഷയമായിരിക്കും. നമ്മുടെ ഇവരുടെ കാര്യം നോക്കിയാൽ മതി. പൃഥ്വിഷ എന്തായിരുന്നു, ലാറ വരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് കളിക്കാറ്. നല്ല സ്കില്ലാണ്. പുള്ളി ആ കണക്ട് ചെയ്യുന്ന ഷോട്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്രമാത്രം അത്രയും ചെറിയ ഒരാൾ, അല്ലെങ്കിൽ ഇത്രയും വലിയ മസിൽ പവർ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ബോളിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ടൈമിങ്ങും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകതരം ബാറ്റിയും എത്ര ഈസി ആയിട്ടാണ് സ്കോർ ബോർഡ് കളിച്ചിട്ടിരുന്നത്. പക്ഷേ എവിടെ പോയി ഇപ്പോൾ ഇടയ്ക്ക് എന്തൊക്കെ സ്കോർ ഇങ്ങനെ കാണാം, അടിച്ചു താർത്തുന്നോ അതൊക്കെ പറഞ്ഞിട്ട് എവിടെ എത്തേണ്ട കളിക്കാരാണ്. ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ വന്നിരിക്കുന്ന എത്ര ആൾക്കാരേക്കാൾ മുന്നേ വരേണ്ട കളിക്കാരായിരുന്നു, എവിടെ പോയി? അതാണ് ഇതിൻ്റെ വിഷയം. നമുക്ക് കഴിവോ പ്രതിഭയോ കാര്യങ്ങളോ ഉണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മെയിനായിട്ടുള്ള കാര്യം കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, കഴിവുണ്ടായിട്ട് കാര്യമില്ല, അത് തേച്ച് മിനുക്കി എടുത്ത് കൂടെ കൊണ്ട് നടക്കാനുള്ള ആ ഒരു സ്വന്തം കാര്യത്തിനോടുള്ള ഒരു ആത്മാർത്ഥത അവർ തന്നെ കാണിക്കണം. അതല്ലെങ്കിൽ കഴിവുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ നടന്നിട്ട് കാല് പിടിച്ച് ഇങ്ങനെ ടീമിൽ നിന്ന് പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. തിലക് വർമ്മ എത്രയോ നല്ല, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആളുടെ ആ ടീമിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ മതി. ആ കളി കൊണ്ടുപോകണം എന്നുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ജയിക്കണം, അതിൽ പുള്ളിയുടെ പ്രസൻസ് അവിടെ വേണം. അത്രയും സ്വന്തമായിട്ട് ഷോൾഡറിലേക്ക് ഒരു ടീമിനെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമുള്ളത്. അതേ ഒരു സംഭവം തന്നെ സഞ്ജു കാണിക്കാറുണ്ട്, അതേ ഒരു സംഭവം തന്നെ റിങ്കു സിംഗ് കാണിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവരെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുടെ കളി